തിരുവനന്തപുരം മാമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യം നിക്ഷേപിക്കാൻ ശ്രമിച്ചവർ പിടിയിൽ. ഇന്നലെ രാത്രി മാലിന്യം നിക്ഷേപിക്കാനെത്തിയ 9 പേരെയാണ് കോർപ്പറേഷന്റെ വനിതാ സ്ക്വാഡ് പിടികൂടിയത്. മരിച്ച ജോയിയുടെ വീട്ടിലെത്തി മന്ത്രി വി ശിവൻകുട്ടി സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം കൈമാറി. ജോയിയുടെ അമ്മയ്ക്ക് വീട് വെച്ച് നൽകാൻ കോർപ്പറേഷൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു. ജോയിയുടെ മരണം മലയാളികളുടെ കണ്ണ് തുറപ്പിച്ചില്ല. ഇന്നലെ രാത്രിയാണ് ആമയിഴഞ്ചാൻ തോടിന്റെ വിവിധ ഭാഗങ്ങളിൽ 9 പേർ വാഹനങ്ങളിലെത്തി മാലിന്യം നിക്ഷേപിച്ചത്. ഇവരെ വാഹനമടക്കം കോർപ്പറേഷന്റെ വനിതാ സ്ക്വാഡ് പിടികൂടി പിഴ ചുമത്തി. ജോയിയുടെ അമ്മയ്ക്ക് സർക്കാർ പ്രഖ്യാപിച്ച 10 ലക്ഷം രൂപ മന്ത്രി വി ശിവൻകുട്ടി മാരായമുട്ടത്തെ വീട്ടിലെത്തി കൈമാറി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജോയിയുടെ വീട്ടിലെത്തി അമ്മ മെൽഹിയെ കണ്ടു. അമ്മയുടെ ചികിത്സാ ചെലവ് പ്രതിപക്ഷം ഏറ്റെടുക്കും. രോഗിയാണ് അവർ. അപ്പോൾ അവരുടെ ചികിത്സാ കാര്യങ്ങൾ ഞങ്ങൾ ഏറ്റിട്ടുണ്ട്. മുഴുവൻ കാര്യങ്ങൾ അവർ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി ആവശ്യമായ ചികിത്സ കൊടുക്കാനും ആവശ്യമായ മരുന്നൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ചികിത്സാ ചെലവുകൾ മുഴുവൻ ഞങ്ങൾ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേക കൗൺസിൽ യോഗം കൂടി ജോയിക്ക് വീട് വെച്ച് നൽകാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ തീരുമാനിച്ചു. പ്രിയപ്പെട്ട നമുക്ക് നഷ്ടമായി പോയ ആ ജീവൻ, ജോയിയുടെ ജീവന് ആദരവ് നൽകുകയും അദ്ദേഹത്തിൻ്റെ മാതാവിന് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടിയുള്ള അനുമതി നമ്മുടെ കൗൺസിൽ പ്രതീക്ഷിച്ചുകൊണ്ട് സർക്കാരിലേക്ക് അയക്കുന്നതിനാവശ്യമായ നടപടികളുമായി നമുക്ക് മുന്നോട്ട് പോകണം. വീട് വെച്ച് നൽകിയത് കൊണ്ട് മാത്രം കാര്യമില്ലെന്ന BJP കൗൺസിലർമാർ കുറ്റപ്പെടുത്തി. കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ചേരിതിരിഞ്ഞ വാക്കേറ്റമുണ്ടായി. ് 24 തിരുവനന്തപുരം.